സ്റ്റുഡൻസ് നമ്മൾ ഇൻകം ടാക്സിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒരു സമ്മറി നോക്കുകയാണ്. ഇൻകം ടാക്സിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പേഴ്സൺ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് പേഴ്സൺ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ നോക്കിയാൽ നമ്പർ 1 ഇൻഡിവിജ്വൽ ആണ്. ഇൻകം ടാക്സ് ആക്ടിനകത്ത് ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരാളിനെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് യൂണിവേഴ്സൽ ടെസ്റ്റ് നമ്മുടെ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് എങ്കിലും സ്റ്റേ ചെയ്തിട്ടുണ്ടോ? ദിസ് ഈസ് എ യൂണിവേഴ്സൽ ടെസ്റ്റ് ആപ്ലിക്കബിൾ ഫോർ എവരി ഇൻഡിവിജ്വൽ, വെദർ യു ആർ ഇന്ത്യൻ സിറ്റിസൺ, വെദർ യു ആർ ഫോറിൻ സിറ്റിസൺ. For all type of individuals, the only universal test applicable is 182 days stay during the previous year. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ 182 ദിവസം സ്റ്റേ ചെയ്താൽ ഏതൊരു ഇൻഡിവിജ്വലിനെയും നമുക്ക് റെസിഡന്റ് എന്ന് വിളിക്കാം. 182 ദിവസം എന്നുള്ള ടെസ്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ടെസ്റ്റ് പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് സ്റ്റേ ചെയ്യണം. പ്രീവിയസ് ഇയറിന്റെ തൊട്ട് ബാക്കിലോട്ടുള്ള 4 വർഷത്തിൽ 365 ദിവസവും സ്റ്റേ ചെയ്യണം. 60 + 365 ഒരുമിച്ച് ക്യുമുലേറ്റീവായിട്ട് സാറ്റിസ്ഫൈ ചെയ്താൽ ആ ഇൻഡിവിജ്വലിനെ റെസിഡന്റ് എന്ന് വിളിക്കാം, ബിക്കോസ് ഹി സാറ്റിസ്ഫൈഡ് ദ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ. 182 എന്നുള്ളതാണ് യൂണിവേഴ്സൽ ടെസ്റ്റ്. അത് പരാജയപ്പെട്ടാലാണ് 60 + 365 ഡേയ്സ് ടെസ്റ്റിലേക്ക് വരേണ്ടത്. പക്ഷേ ചില വ്യക്തികൾക്ക് ഈ 60 + 365 എന്നുള്ള രണ്ടാമത്തെ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. അതാരാണ്? ഒന്ന്, ഇന്ത്യൻ സിറ്റിസൺ. ഇന്ത്യൻ സിറ്റിസൺ നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്, ഇന്ത്യ വിട്ടു പോവുകയാണ് ഫോർ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ സിമിലർ പർപ്പസ്, ലീവ്സ് ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ടു ഔട്ട്സൈഡ് ഇന്ത്യ. 2, ഇന്ത്യൻ സിറ്റിസൺ ലീവ്സ് ഇന്ത്യ ആസ് എ ക്രൂ മെമ്പർ ഓഫ് ഇന്ത്യൻ ഷിപ്പ്. മർച്ചന്റ് നേവി പോലെ കപ്പലിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇന്ത്യൻ സിറ്റിസൺസ് ആയിരിക്കണം. അവർ നമ്മുടെ പ്രീവിയസിൽ ഇന്ത്യ വിട്ട് പോകുന്ന കേസിൽ നമുക്ക് രണ്ടാമത്തെ ടെസ്റ്റായ 60 + 365 അപ്ലൈ ചെയ്യാൻ പാടില്ല. എംപ്ലോയ്മെന്റിന് വിദേശ രാജ്യത്തേക്ക് പോകുന്ന വ്യക്തിയുടെ ടെസ്റ്റിലും നമ്മൾ ഈ പറയുന്ന 60 + 365 രണ്ടാമത്തെ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇനി മറ്റൊന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. മൂന്നാമത്തെ കേസ് ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ അസസിയോ, അതായത് ഇൻഡിവിജ്വലോ, അയാളുടെ അച്ഛനോ അമ്മയോ അപ്പനോ അമ്മമ്മയോ അൺഡിവൈഡഡ് ഇന്ത്യയിലാണ് ജനിച്ചതെങ്കിൽ ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു വ്യക്തി ഇന്ത്യക്കകത്തേക്ക് നമ്മുടെ പ്രീവിയസ് ഇയറിൽ വരികയാണ്. അങ്ങനെ വരുന്ന പ്രീവിയസ് ഇയറിൽ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ 182 എന്നുള്ള യൂണിവേഴ്സൽ ടെസ്റ്റ് പരാജയപ്പെട്ടാൽ സെക്കൻഡ് ടെസ്റ്റായ 60 + 365 വരാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺസിന് 182 ഡേയ്സ് എന്നുള്ള ടെസ്റ്റ് ഫെയിൽ ആയാൽ 60 + 365 ഡേയ്സ് എന്നുള്ള ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതിനകത്ത് ഈ ആദ്യം പറഞ്ഞ കേസ് ഒഴികെ, അതായത് വിദേശ രാജ്യത്തേക്ക് ഇന്ത്യൻ സിറ്റിസൺ ലീവ്സ് ഇന്ത്യ ഫോർ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ക്രൂ മെമ്പർ ഓഫ് ഇന്ത്യൻ ഷിപ്പ്, അതൊഴികെ മൂന്നാമത് നമ്മൾ പറഞ്ഞ കേസിൽ, ദാറ്റ് ഈസ് ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇന്ത്യക്കകത്തേക്ക് വരുന്ന കേസിൽ, ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കംസ് ടു ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഫോർ എ വിസിറ്റ്, ആ കേസിൽ 60 + 365 ഡേയ്സ് ടെസ്റ്റിന് പകരം മറ്റൊരു ടെസ്റ്റ് ആക്ടിൽ തന്നിട്ടുണ്ട്. അതെന്താ ടെസ്റ്റ്? ദാറ്റ് ഈസ് പ്യുവർലി എ കണ്ടീഷണൽ. ആ ടെസ്റ്റ് വെറുതെ കയറി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഇന്ത്യക്കകത്തേക്ക് വരുന്ന ആ ഇയറിൽ അയാളുടെ ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ 182 ഡേയ്സ് ടെസ്റ്റ് നമ്മളെടുത്ത് അപ്ലൈ ചെയ്തു. അപ്പോൾ അയാളത് പരാജയപ്പെട്ടു, ഫെയിലായി. അയാൾ 182 ഡേയ്സ് എന്നുള്ള ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ രീതിയിൽ പോകുന്ന എന്താണ്? 60 + 365. ഇവിടെ അത് ആപ്ലിക്കബിൾ അല്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ കേസിൽ അവർ പറയുന്നത് 182 പരാജയപ്പെട്ടാൽ ഈ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇന്ത്യക്കകത്തോട്ട് വന്ന ആ കേസിൽ അയാളുടെ ഇന്ത്യൻ സോഴ്സ്ഡ് ടോട്ടൽ ഇൻകം 15 ലക്ഷം രൂപയിൽ കൂടുതലുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. വെദർ ദ ഇന്ത്യൻ സോഴ്സ്ഡ് ടോട്ടൽ ഇൻകം എക്സീഡ്സ് 15 lakhs. അത് 15 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടെന്ന് കണ്ടാൽ നമുക്ക് സ്പെഷ്യൽ ടെസ്റ്റിലേക്ക് പോവാം. സ്പെഷ്യൽ ടെസ്റ്റ് പറയുന്നത് പ്രീവിയസ് ഇയറിൽ 120 ഡേയ്സ് സ്റ്റേ ചെയ്യണം, തൊട്ട് ബാക്കിലോട്ടുള്ള 4 വർഷം 365 ദിവസം കൂടി സ്റ്റേ ചെയ്യണം. ഈ രണ്ട് കണ്ടീഷൻ, അതായത് 120 + 365 ഡേയ്സ് എന്നുള്ള ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കംസ് ടു ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഫോർ എ വിസിറ്റ് ഹു ഫെയിൽഡ് 182 ബട്ട് ഹിസ് ഇന്ത്യൻ സോഴ്സ്ഡ് ടോട്ടൽ ഇൻകം മോർ ദാൻ 15 lakhs and he satisfied 120 + 365, we can say that such a person is a Indian who is a resident but not ordinarily resident. ഈ പറയുന്ന 120 + 365 ഡേയ്സ് ടെസ്റ്റ് കാരണം റെസിഡന്റ് ആകുന്ന ഒരു വ്യക്തിയെ എല്ലായ്പ്പോഴും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് വിളിക്കുമെന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ റെസിഡന്റ് ആയ ഒരു വ്യക്തി റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണോ ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എന്നറിയാൻ നമ്മൾ അഡീഷണൽ ആയിട്ട് 2 ടെസ്റ്റ് അപ്ലൈ ചെയ്യാറുണ്ട്. ഏതാണ് അഡീഷണൽ ടെസ്റ്റ്? പ്രീവിയസ് ഇയർ മാറ്റി നിർത്തിയിട്ട് തൊട്ട് ബാക്കിലോട്ടുള്ള 7 വർഷത്തിൽ 730 ദിവസം സ്റ്റേ ചെയ്യണം. പ്രീവിയസ് ഇയറിന്റെ തൊട്ട് ബാക്കിലോട്ടുള്ള 10 വർഷം 2 കൊല്ലം റെസിഡന്റ് ആവണം. ഈ 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് സാധാരണഗതിയിൽ റെസിഡന്റ് ആകുന്ന ഒരു ഇൻഡിവിജ്വൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണോ അതോ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്.
2 out of 10 years preceding years റെസിഡന്റും 730 out of 7 years സ്റ്റേയും സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനെ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് എന്ന് വിളിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് പരാജയപ്പെട്ടാൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയും. പക്ഷേ കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കംസ് ടു ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഫോർ എ വിസിറ്റ് എന്ന് പറയുന്ന കേസിൽ 120+365 ഡേയ്സ് ടെസ്റ്റ് ആപ്ലിക്കബിൾ ആവുകയും അത് കാരണം റെസിഡന്റ് ആയാൽ ഓൾവേസ് ഹി വിൽ ബി ട്രീറ്റഡ് ആസ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി ഇറസ്പെക്റ്റീവ് ഓഫ് ദി അഡീഷണൽ കണ്ടീഷൻസ്. നൗ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഇന്ത്യൻ സോഴ്സ്ഡ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലുണ്ടോ എന്ന് അറിയാൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കംസ് ടു ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഫോർ എ വിസിറ്റ് എന്ന് പറയുന്ന കേസിൽ അയാൾ 192 പരാജയപ്പെട്ടാൽ 120+365 ഡേയ്സ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. ബട്ട് കണ്ടീഷൻ അയാളുടെ ഇന്ത്യൻ സോഴ്സ്ഡ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലുണ്ടാവണം. എങ്ങനെയാണ് ഇന്ത്യൻ സോഴ്സ്ഡ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്? അതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? ഇന്ത്യയിലെ സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്, ക്ലബിംഗ് സെറ്റ് ഓഫ്, ഗ്രോസ് ടോട്ടൽ ഇൻകം, ചാപ്റ്റർ 6A ടോട്ടൽ ഇൻകം പ്ലസ് 2 ഫോറിൻ ഇൻകം കൂടെ അതിന്റെ കൂടെ എടുക്കണം. ഒന്ന് ഫോറിൻ ബിസിനസ് ഇൻകം ഇഫ് ദ ബിസിനസ് ഈസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ, ഫോറിൻ പ്രൊഫഷണൽ ഇൻകം ഇഫ് ദ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഈ 2 ഫോറിൻ ഇൻകം കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് അത് 15 ലക്ഷം എക്സീഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുന്നത്. ഇന്ത്യൻ സോഴ്സ്ഡ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ 120+365 എന്നുള്ള സ്പെഷ്യൽ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ആരുടെ കാര്യത്തിൽ? ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹു ഫെയിൽഡ് 192 ഡേയ്സ് ടെസ്റ്റ് ബട്ട് കംസ് ടു ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഫോർ എ വിസിറ്റ്. നൗ ഒരു ഇൻഡിവിജ്വല് ഇന്ത്യൻ സിറ്റിസൺ ആണ്. അയാൾ വർക്ക് ചെയ്യുന്നത് ഇന്റർനാഷണൽ ട്രാഫിക്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കപ്പലിലാണ്. അയാളെ സംബന്ധിച്ച് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുന്ന സമയം ഇന്ത്യക്കകത്ത് പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം സ്റ്റേ ചെയ്തിരുന്നു എന്നറിയാൻ നമ്മൾ നോക്കേണ്ടത് കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ആണ്. കാരണം കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൽ ഒരു ഇന്റർനാഷണൽ ജേർണിയിൽ പോകാൻ നേരത്ത് സൈൻ ഇൻ കോളത്തിൽ സൈൻ ചെയ്യും, തിരിച്ച് കപ്പലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സൈൻ ഓഫ് കോളത്തിൽ സൈൻ ചെയ്യും. അപ്പോൾ സൈൻ ഇൻ കോളത്തിൽ സൈൻ ചെയ്ത ഡേറ്റ് മുതൽ സൈൻ ഓഫ് കോളത്തിൽ ഡേറ്റ് വരുന്ന അത്രയും പീരീഡ് ഹി വാസ് ഔട്ട്സൈഡ് ഇന്ത്യ, ഹി വാസ് ഇൻ ദ സീ, അല്ലെങ്കിൽ ഹി വാസ് ഇൻ എ ഫോറിൻ കൺട്രി. അപ്പോൾ പ്രീവിയസ് ഇയറിലെ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് നോർമലി 365, ഇപ്പോൾ കറണ്ട് ഇയർ 23-24 ആകുമ്പം ലീപ്പ് ഇയർ ആണ് 366, 366 ദിവസം എടുത്തിട്ട് അതിൽ നിന്ന് കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൽ സൈൻ ഇൻ ചെയ്ത ഡേറ്റ് തൊട്ട് സൈൻ ഓഫ് ചെയ്ത ഡേറ്റ് വരെയുള്ള പീരീഡ് അതിൽ നിന്ന് മൈനസ് ചെയ്യുക. റിമൈനിങ് വരുന്ന ഡേയ്സ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ സ്റ്റേ ഇൻ ഇന്ത്യ ആയിട്ട് നമുക്ക് എടുക്കാം. അത് 182 ഉണ്ടെങ്കിൽ റെസിഡന്റ് ആയിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. ഇന്ത്യൻ സിറ്റിസൺ വർക്കിംഗ് ഇൻ ഇന്റർനാഷണൽ ട്രാഫിക്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഷിപ്പിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ സിറ്റിസൺസിന്റെ കേസിൽ കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിന്റെ ട്രീറ്റ്മെന്റ് ഇതാണ്. നോർമലി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുമ്പോൾ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ സ്റ്റേ ചെയ്താൽ സ്റ്റേ ഇൻ ഇന്ത്യ ആയിട്ട് കണക്കാക്കണം. സ്റ്റേ ഇൻ ടെറിട്ടോറിയൽ വാട്ടർ, സ്റ്റേ ഇൻ ഇന്ത്യയാണ്. ഫ്ലൈറ്റിലാവുമ്പോൾ വന്ന ദിവസവും ഇവിടുന്ന് തിരിച്ച് കയറിപ്പോയ ദിവസവും ഇന്ത്യക്കകത്ത് സ്റ്റേ ചെയ്തതായിട്ട് കണക്കാക്കണം. പക്ഷേ കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിന്റെ കേസിൽ അതിന്റെ കഥ വ്യത്യാസമാണ്. അവിടെ സൈൻ ഇൻ ചെയ്ത ഡേറ്റും സൈൻ ഓഫ് ചെയ്ത ഡേറ്റും ഔട്ട്സൈഡ് ഇന്ത്യ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആ ബോത്ത് ഡേറ്റും കൂടി നമ്മൾ ചേർത്തിട്ടാണ് 365 അല്ലെങ്കിൽ 366 ഡേയ്സിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുക. ഇതാണ് ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. 192 ഡേയ്സ് ടെസ്റ്റ് കൊണ്ട് റെസിഡന്റ് ആകുന്ന ഒരു ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ 60+365 ഡേയ്സ് കാരണം റെസിഡന്റ് ആകുന്ന ഒരു ഇൻഡിവിജ്വൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണോ, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എന്നറിയാൻ 2 അഡീഷണൽ കണ്ടീഷൻ ഉണ്ട്. 2 അഡീഷണൽ കണ്ടീഷനും ക്യുമുലേറ്റീവ് ആണ്, ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണം. നമ്പർ 1, പ്രീവിയസ് ഇയർ മാറ്റി നിർത്തി തൊട്ട് ബാക്കിലോട്ടുള്ള 7 വർഷം 730 ദിവസം ഇന്ത്യ സ്റ്റേ ചെയ്യണം. പ്രീവിയസ് ഇയർ മാറ്റി നിർത്തിയിട്ട് തൊട്ട് ബാക്കിലോട്ടുള്ള 10 വർഷം 2 കൊല്ലം റെസിഡന്റ് ആവണം. ഈ 2 കണ്ടീഷനും, ദാറ്റ് ഈസ് 2 out of 10 preceding years resident and 730 days stay out of 7 years preceding the previous year. ഈ 2 കണ്ടീഷനും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്താൽ അഡീഷണൽ കണ്ടീഷൻ 2ഉം സാറ്റിസ്ഫൈ ചെയ്തു, റെസിഡന്റ് ഇൻഡിവിജ്വലിനെ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് എന്ന് വിളിക്കാം. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ പരാജയപ്പെടുകയോ 2 കണ്ടീഷൻ ഫെയിൽ ആവുകയോ ചെയ്താൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് നമ്മൾ പറയും. റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് എന്നും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? വാട്ട് ഈസ് ദ റിലവൻസ് ബിഹൈൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിഡന്റ് ആൻഡ് ഓർഡിനറി ആൻഡ് ബട്ട് നോട്ട് ഓർഡിനറി? ഒരാളുടെ സ്റ്റാറ്റസ് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് എന്നാണ് കിട്ടുന്നതെങ്കിൽ അയാളുടെ ഇന്ത്യൻ ഇൻകം മാത്രമല്ല സകല ഫോറിൻ ഇൻകവും ഇന്ത്യക്കകത്ത് ടാക്സ് ചെയ്യപ്പെടും. റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ ഇന്ത്യൻ ഇൻകം പ്ലസ് 2 ഫോറിൻ ഇൻകം മാത്രമേ ടാക്സ് ചെയ്യുള്ളൂ. 1 ഫോറിൻ ബിസിനസ് ഇൻകം ഇഫ് ദ ബിസിനസ് ഈസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ, 2 ഫോറിൻ പ്രൊഫഷണൽ ഇൻകം ഇഫ് ദ പ്രൊഫഷൻ ഈസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഇതാണ് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് എന്നും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നതിന്റെ പിന്നിലെ ഇമ്പാക്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കംസ് ടു ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഫോർ എ വിസിറ്റ് 120+365 ഡേയ്സ് ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്തു, അയാളുടെ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 lakhs കൂടുതലുണ്ടെങ്കിൽ ആ കേസിൽ ഓൾവേസ് വിൽ ബി ട്രീറ്റഡ് ആസ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി അഡീഷണൽ കണ്ടീഷൻ.
ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനകത്ത് പ്രധാനമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറിയേണ്ട ഇത്രയും കാര്യങ്ങളാണ്. ഏറ്റവും അവസാനം സെക്ഷൻ 6 സബ്സെക്ഷൻ 1A അവരൊരു കാര്യം പറഞ്ഞു. ഒരു ഇൻഡിവിജ്വല്, എസ്പെഷ്യലി ഇന്ത്യൻ സിറ്റിസൺ, ഒരു ഇന്ത്യൻ സിറ്റിസൺ ലോകത്തെ വേറെ ഒരു കൺട്രിയിലും ടാക്സ് പേ ചെയ്യാൻ ലൈബിൾ അല്ല, അല്ലെങ്കിൽ വേറെ ഒരു രാജ്യത്തും അയാൾ റെസിഡന്റ് അല്ല. പക്ഷേ അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്. വേറെ ഒരു കൺട്രിയിലും ടാക്സ് പേ ചെയ്യാൻ ലൈബിൾ അല്ല. അയാളുടെ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ, ഈവൻ ഒരു സിംഗിൾ ഡേ പോലും പ്രീവിയസ് ഇയറിൽ ഇന്ത്യക്കകത്ത് സ്റ്റേ ചെയ്തിട്ടില്ലെങ്കിലും, അങ്ങനെയുള്ള ഇന്ത്യൻ സിറ്റിസൺ അയാളുടെ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലുണ്ട്, അയാൾ വേറെ ഒരു രാജ്യത്തും ടാക്സ് പേ ചെയ്യാൻ ലൈബിൾ അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിനെ, ആ ഇന്ത്യൻ സിറ്റിസനെ ഡീംഡ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും, ഇറസ്പെക്റ്റീവ് ഓഫ് നമ്പർ ഓഫ് ഡേയ്സ് സ്റ്റേ ഇൻ ഇന്ത്യ. That is section 6 subsection 1A, the concept of deemed RBNOR, അഥവാ deemed resident but not ordinarily resident. അപ്പം ഇൻഡിവിജ്വലിൻ്റെ കേസിൽ 182 പരാജയപ്പെട്ടു, 60+365 ഡേയ്സ് പരാജയപ്പെട്ടു, നോൺ റെസിഡന്റ് എന്ന് പറയും. 182 പരാജയപ്പെട്ടു, 60+365 ഡേയ്സ് ടെസ്റ്റ് എടുക്കാൻ പറ്റാത്ത 3 കേസുകളുണ്ട്. അതിൽ ഒരു കേസിൽ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ 120+365 പോയി. അത് സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ട് പ്രഖ്യാപിക്കും. അതെല്ലാം കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമ്മൾ നോക്കേണ്ടത് ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. 182 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, 60+365 ഡേയ്സ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല, 120+365 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, പക്ഷേ ഇന്ത്യൻ സിറ്റിസൺ ആണ്, വേറെ ഒരു രാജ്യത്തും ടാക്സ് പേ ചെയ്യാൻ ലൈബിൾ അല്ല. അങ്ങനെയുള്ള ഒരു ഇന്ത്യൻ സിറ്റിസന്റെ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 lakhs കൂടുതലുണ്ടെങ്കിൽ അയാളെ ഡീംഡ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. റിമെമ്പർ, സെക്ഷൻ 6 സബ്സെക്ഷൻ 1A ഡീംഡ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇന്ത്യൻ സിറ്റിസന് മാത്രമേ ഉള്ളൂ. അവിടെ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇല്ല, കവേർഡ് അല്ല. അവിടെ ഇന്ത്യൻ സിറ്റിസൺ മാത്രമേ ഉള്ളൂ. ഗോട്ട് ഇറ്റ്? ഇത്രയുമാണ് ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ ഓവറാൾ നമ്മൾ അറിയേണ്ടത്. 182 ഡേയ്സ് സ്റ്റേ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോഴും, 60 ഡേയ്സ് സ്റ്റേ എടുക്കുമ്പോഴും, 365 ഡേയ്സ് എടുക്കുമ്പോഴും, 730 ഡേയ്സ് എടുക്കുമ്പോഴും, 120 ഡേയ്സ് എടുക്കുമ്പോഴും അവിടെ സ്റ്റേ നീഡ് നോട്ട് ബി കണ്ടിന്യൂസ്, സ്റ്റേ നീഡ് നോട്ട് ബി അറ്റ് ദ സെയിം പ്ലേസ്. ആ പറയുന്ന ടൈം പീരീഡിനുള്ളിൽ, പ്രീവിയസ് ഇയർ ആണെങ്കിൽ പ്രീവിയസ് ഇയർ, 4 കൊല്ലം പ്രിസീഡിംഗ് ആണെങ്കിൽ ആ 4 കൊല്ലം, 7 കൊല്ലമാണെങ്കിൽ 7 കൊല്ലം, അതിനിടയിൽ എങ്ങനെയെങ്കിലും ഈ പറയുന്ന ഡേയ്സ് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അല്ലാണ്ട് സ്റ്റേ അടുപ്പിച്ചാവണമെന്നില്ല, ഒരേ സ്ഥലത്താവണമെന്നില്ല. അതുപോലെ ഫ്ലൈറ്റിൻ്റെ കാര്യം ആലോചിക്കണം. അറൈവലും ഡിപ്പാർച്ചറും സ്റ്റേ ഇൻ ഇന്ത്യ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ കിടന്നുറങ്ങിയാൽ, അല്ലെങ്കിൽ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ നങ്കൂരം ഇട്ടിരിക്കുന്ന കപ്പൽ ഒരുത്തം കിടന്നുറങ്ങിയാൽ അത് ഇന്ത്യയിൽ കിടന്നുറങ്ങിയതായിട്ട് കണക്കാക്കണം, സ്റ്റേ ഇൻ ഇന്ത്യ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇത്രയുമാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ സെക്ഷൻ 6 പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് അറിയാനുള്ള ബേസിക് കണ്ടീഷൻ ആ HUFന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എവിടെ നിന്നാണെന്നാണ്. ആ HUFന്റെ ബിസിനസിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് പ്രീവിയസ് ഇയറിൽ ഒരു ദിവസമെങ്കിലും ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഹോളി ഓർ പാർട്ട്ലി ഫ്രം ഇന്ത്യ എന്നാണ്. ഈവൻ എ സിംഗിൾ ഡേ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഫ്രം ഇന്ത്യ, HUF is resident. Throughout the previous year, 100% the control and management of the HUF from a foreign country, HUF is non-resident. ഒരു HUF റെസിഡന്റ് ആയാൽ, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണോ, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എന്ന് അറിയാൻ നമ്മൾ നോക്കേണ്ട കണ്ടീഷൻ അതിനകത്തുള്ള കർത്ത എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ അഡീഷണൽ കണ്ടീഷൻസ് ആയ നമ്മുടെ 2 out of 10 years റെസിഡന്റും 730 സ്റ്റേ ഔട്ട് ഓഫ് 7 years എന്നുള്ള 2 അഡീഷണൽ കണ്ടീഷനും കർത്ത ഓഫ് ദ HUF സാറ്റിസ്ഫൈ ചെയ്താൽ HUFനെ നമുക്ക് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് എന്ന് വിളിക്കാം. കർത്ത 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരെണ്ണമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ, അന്നേരം HUFനെ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് വിളിക്കും. അവിടെ അറിയേണ്ട ഒരു പോയിന്റ്, കർത്തയ്ക്ക് അഡീഷണൽ കണ്ടീഷൻ വരണമെങ്കിൽ ആദ്യം കർത്ത ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. കാരണം ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ആൾക്ക് അഡീഷണൽ കണ്ടീഷൻസിന്റെ ആപ്ലിക്കബിലിറ്റി വരുന്നില്ല. HUF കഴിഞ്ഞാൽ അടുത്ത് പിന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനകത്ത് പറയുന്നത് നമ്മുടെ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, പാർട്ണർഷിപ്പ് ഫേം, ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് ആൻഡ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, AJP, പാർട്ണർഷിപ്പ് ഫേം, LLP, ദെൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. ഇത്രയും പേരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ക്രൈറ്റീരിയ HUFന്റെ സെയിം ക്രൈറ്റീരിയയാണ്. കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഓർ പാർട്ട്ലി ഫ്രം ഇന്ത്യ, റെസിഡന്റ്. കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ, നോൺ റെസിഡന്റ്. അവിടെ ഫർദർ കാറ്റഗറി ആയ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് എന്നോ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ഇവർക്ക് ആർക്കും ആപ്ലിക്കബിൾ അല്ല. ROR അഥവാ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്, RBNOR എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ആപ്ലിക്കബിൾ ഓൺലി ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് HUF. That is not applicable for any other persons under section 2 subsection 31. And now company. കമ്പനികളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഇന്ത്യൻ കമ്പനി, ഫോറിൻ കമ്പനി. ഇന്ത്യൻ കമ്പനികൾ ഓൾവേസ് റെസിഡന്റ് ആണ്. ഇന്ത്യൻ കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരമോ 1956 പ്രകാരമോ അല്ലെങ്കിൽ 1956 കമ്പനീസ് ആക്ട് വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഏതെങ്കിലും സെൻട്രൽ സ്റ്റേറ്റ് പ്രൊവിൻഷ്യൽ നിയമപ്രകാരമോ ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനി വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ കമ്പനി. ഇന്ത്യൻ കമ്പനികൾ ഓൾവേസ് റെസിഡന്റ് ആണ്. ഫോറിൻ കമ്പനി റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്നുള്ള ക്രൈറ്റീരിയ ആ ഫോറിൻ കമ്പനിയുടെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഫ്രം ഇന്ത്യ ആണെങ്കിൽ ഫോറിൻ കമ്പനി റെസിഡന്റ്. പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് അഥവാ POEM
ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നോൺ റെസിഡന്റ്. പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥലമാണ് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ്. പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ കീ മാനേജീരിയൽ ആൻഡ് കമേഴ്ഷ്യൽ ഡിസിഷൻസ് വിച്ച് ആർ നെസസറി ഫോർ ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ് ഓഫ് ദ എൻറ്റിറ്റി ആസ് എ ഹോൾ ഇൻ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് എന്നാണ് ആക്ടിൽ എഴുതിയിരിക്കുന്നത്. ഇതാണ് കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അപ്പോൾ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പഠിച്ചു കഴിഞ്ഞു. ഇതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ഓവറോൾ സമ്മറി. സോ ലാസ്റ്റ് മൊമെന്റിൽ ഓടിച്ച് നോക്കുക. സോ ദിസ് വിൽ ബി ഹെൽപ്പ് യു. ഡെഫിനറ്റ്ലി നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ സഹായിക്കും. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ റിലവൻസ് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. എന്തിനാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻകം ടാക്സിനകത്ത് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഇമ്പാക്ട് നമ്മൾ പറഞ്ഞു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസും സ്കോപ്പ് ഓഫ് ഇൻകവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു അസസിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ ഇന്ത്യൻ ഇൻകം ആൻഡ് ഫോറിൻ ഇൻകം ബോത്ത് ഈസ് ടാക്സബിൾ ഇൻ ഇന്ത്യ. ദാറ്റ് മീൻസ് ഓൾ ഇൻകം ഈസ് ടാക്സബിൾ ഇൻ ഇന്ത്യ. റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ ഇന്ത്യൻ ഇൻകം പ്ലസ് 2 ഫോറിൻ ഇൻകം മാത്രമേ ഇന്ത്യ ടാക്സ് ചെയ്യുള്ളൂ. ഫോറിൻ ബിസിനസ് ഇൻകം ഇഫ് ദ ബിസിനസ് ഈസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ, ഫോറിൻ പ്രൊഫഷണൽ ഇൻകം ഇഫ് ദ പ്രൊഫഷൻ ഈസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഈ 2 ഫോറിൻ ഇൻകം മാത്രമേ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിനെ ടാക്സ് ചെയ്യുള്ളൂ. അതർവൈസ് ഇന്ത്യൻ ഇൻകം മാത്രമേ ടാക്സ് ചെയ്യുള്ളൂ. അതേസമയം നോൺ റെസിഡന്റിനെ സംബന്ധിച്ച് ഓൺലി ദ ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ. ഫോറിൻ കൺട്രിയിൽ അക്രൂഡ് ആൻഡ് റിസീവ് ചെയ്യുന്ന ഫോറിൻ ഇൻകം ഒരിക്കലും നോൺ റെസിഡന്റിനെ ഇന്ത്യക്കകത്ത് ടാക്സ് ചെയ്യില്ല. ഇതാണ് ശരിക്കും സെക്ഷൻ 5ഉം 6ഉം തമ്മിലുള്ള കണക്ഷൻ. സെക്ഷൻ 5 സ്കോപ്പ് ഓഫ് ഇൻകം, സെക്ഷൻ 6 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഇപ്പം നമ്മൾ പറഞ്ഞത് 5ന്റെയും 6ന്റെയും അത് രണ്ടും കൂടി മെർജ് ചെയ്ത് അതിൻ്റെ അൾട്ടിമേറ്റ് അതിൻ്റെ കൺസെപ്റ്റ് എന്തിനാണ് സ്കോപ്പ് ഓഫ് ഇൻകം പറയുന്നത്, എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ റിലവൻസ്, ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ. ഓക്കെ.